നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് കാലുകുത്തി പോകരുത്. മുരാരി ബാബുവിനോട് കട്ടായം കലിപ്പിൽ ഉത്തരവിട്ടിരിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. അതായത് മുരാരി ബാബു വലിയ ഒരു വാളായി മാറിയിരിക്കുകയാണ് NSSന്. കാരണം NSSന്റെ വലിയ അടുപ്പക്കാരനായിരുന്നു. പെരുന്നയിലെ NSS ആസ്ഥാനത്തെ ഒരു പ്രധാനി തന്നെയായിരുന്നു മുരാരി ബാബു. പിന്നീട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അകത്തായതോടുകൂടി ആ മുൾക്കിരീടം എടുത്തങ്ങ് നിലത്ത് വെക്കുകയായിരുന്നു സുകുമാരൻ നായർ. പക്ഷേ സുകുമാരൻ നായർക്ക് വെള്ളിടി വെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ മുരാരി ബാബു NSSനോട് അടുപ്പം കാണിക്കാനുള്ള ഒരു നീക്കം തുടങ്ങിയിരിക്കുകയാണ്. കാരണം സർക്കാരുമായി ഇപ്പോഴും ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് സുകുമാരൻ നായർ. അതായത് പിണറായിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിയെടുക്കാൻ, പിണറായിയുടെ സഹായം തേടാൻ വീണ്ടും സുകുമാരൻ നായരെ ഒന്ന് കാണാനാണ് മുരാരി ബാബു ഇരിക്കുന്നത്. എന്നാൽ കയറിപ്പോകരുത് എന്നാണ് സുകുമാരൻ നായർ ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം മുരാരി ബാബു അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ ഏറ്റവും വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും വന്നിരുന്നത് സുകുമാരൻ നായർക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതായത് മുരാരി ബാബുവിനെ വലിയ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചതിൽ സുകുമാരൻ നായർക്ക് പങ്കുണ്ടെന്നും സ്വർണ്ണക്കൊള്ളയിൽ ഇനി സുകുമാരൻ നായർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ വലിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. അന്ന് അപകടം മണത്തതാണ് സുകുമാരൻ നായർ. പിന്നീട് മുരാരി ബാബു എന്ന് കേട്ടാലേ സുകുമാരൻ നായർക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാമ്യം കിട്ടി മുരാരി ബാബു പുറത്തിറങ്ങിയതോടെ NSS ആസ്ഥാനത്തേക്ക് വന്നേക്കരുത് എന്ന് ഒരു മുഴം മുന്നേ മറുപടി കൊടുത്തിരിക്കുന്നത്. പെരുന്നയിലേക്ക് SIT അന്വേഷണത്തിനെത്തും, റെയ്ഡിനെത്തും എന്നൊക്കെയുള്ള ഒരു ഭയം തുടക്ക സമയത്ത് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ സുകുമാരൻ നായർക്കുണ്ടായിരുന്നു. കാരണം NSS ആസ്ഥാനവുമായി എന്ത് ബന്ധമാണ് മുരാരി ബാബുവിനുള്ളത്, അയാൾ ഏതൊക്കെ രീതിയിൽ അവിടെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്, NSS ആസ്ഥാനത്തെ ആരെങ്കിലുമായിട്ടൊക്കെ ഇയാൾക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ആ സമയത്ത് സുകുമാരൻ നായർക്കൊരു ഭയമായിരുന്നു പെരുന്നയിലേക്ക് SIT എത്തുമോ എന്നുള്ളത്. എന്നാൽ പിണറായി വിജയനുമായുള്ള അടുപ്പത്തിൽ അങ്ങനെ ഒരു ദുരന്തം ഒഴിവാക്കുകയായിരുന്നു സുകുമാരൻ നായർ എന്നുള്ള പരിഹാസവും ഒക്കെ പിന്നീട് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മുരാരി ബാബുവിനെ സ്കെച്ചിട്ടിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മുരാരി ബാബു NSS ആസ്ഥാനത്തേക്ക് കയറിയാൽ തൊട്ടു പിന്നാലെ ED വരും എന്നുള്ള ഒരു വേവലാതി സുകുമാരൻ നായർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് മുരാരി ബാബുവിനെ. ഇവിടെയാണ് ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോകുന്നവർക്കൊക്കെ വലിയൊരു പണി കിടക്കുന്നത്. അതായത് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സമൻസ് അയക്കാൻ ഇരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതോടുകൂടി ഞങ്ങൾ ജയിലിൽ തന്നെ കിടന്നോളാമേ എന്നുള്ള കരച്ചിലിലാണ് നേതാക്കന്മാർ എല്ലാവരും. ഉടൻ തന്നെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുമെന്നും ഇതിനോടൊപ്പം തന്നെ മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു നീക്കത്തിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. പെരുന്നയിൽ ഒരു തേക്കിൻ കൊട്ടാരം തന്നെയാണ് മുരാരി ബാബു പണിതുയർത്തിയിരിക്കുന്നത്. ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതുമാത്രമല്ല, വാസുവിന്റെയും പത്മകുമാറിന്റെയും ഒക്കെ സ്വത്തുകൾ കണ്ടുകെട്ടുന്ന നീക്കത്തിലേക്കും ഇവരുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുന്നതിലേക്കും അതൊക്കെ ഫ്രീസ് ചെയ്യുന്നതിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ് എന്നുള്ള വിവരമുണ്ട്. അയ്യപ്പനെ കൊള്ളയടിച്ചിട്ടും അതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് ആർക്കുമില്ല. മുരാരി ബാബു ഒരു കാട്ടുകള്ളൻ തന്നെയാണ്. അതായത് ഇയാൾ പ്രത്യേകിച്ച് NSSുമായിട്ട് ബന്ധം സ്ഥാപിച്ചതിന് ഒരു കാരണമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കസേരയായിരുന്നു മുരാരി ബാബു നോട്ടമിട്ടത്. അതായത് അയ്യപ്പനെ ഉൾപ്പെടെ അങ്ങ് വഹിക്കാം എന്നാണ് ഇതിലൂടെ മുരാരി ബാബു കണക്ക് കൂട്ടിയത്. എന്നാൽ അതിനു മുൻപ് ആ കസേര കയ്യെത്തും ദൂരത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു അറസ്റ്റ് നടന്നത്. അതൊരു കണക്കിന് അയ്യപ്പന്റെ ഇടപെടൽ തന്നെയാണ്. കാരണം നീ അങ്ങനെ ഇപ്പൊ പ്രസിഡന്റ് കസേരയിൽ കയറി ഇരുന്നിട്ട് ശബരിമല മുഴുവൻ അങ്ങ് വിഴുങ്ങണ്ട എന്ന് അയ്യപ്പൻ കണക്ക് കൂട്ടി. അവിടെയാണ് മുരാരി ബാബുവിന് പണി കിട്ടിയത്. ഈ പ്രസിഡന്റ് കസേരയിലേക്കൊക്കെ എത്തുന്നതിന് ഒരു രാഷ്ട്രീയ പിൻബലം വേണമല്ലോ. അതിനു വേണ്ടിയിട്ടായിരുന്നു സുകുമാരൻ നായരുമായിട്ട് വളരെ അടുപ്പം മുരാരി ബാബു സ്ഥാപിച്ചത്. മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ മാത്രമല്ല ഇയാൾ കൊള്ള നടത്തിയിരിക്കുന്നത്. ഇയാൾ ദേവസ്വം ബോർഡുകളിൽ അധികാര കേന്ദ്രങ്ങളിൽ എത്താൻ വലിയ വ്യഗ്രത കാണിച്ചിരുന്നു. അതായത് ദേവസ്വം ബോർഡുകൾ മുഴുവൻ കുത്തഴിഞ്ഞു കിടക്കുകയാണല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് എന്തും എടുക്കാം, എന്തും തൂക്കി വിൽക്കാം എന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു മുരാരി ബാബുവിനുണ്ടായിരുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ഇയാൾ അവിടെ ജോലിയിൽ ഇരുന്നപ്പോൾ അവിടെ നിന്നൊക്കെ വലിയ തോതിലാണ് ക്ഷേത്ര സമ്പത്ത് കൊള്ളയടിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെയൊക്കെ കൂടുതൽ അന്വേഷണത്തിലേക്കും കടക്കുന്നുണ്ട്.
മുരാരി ബാബുവിനെ ശബരിമലയിലേക്ക് എത്തിച്ചത് ചില ബന്ധങ്ങളാണ്. ചില രാഷ്ട്രീയക്കാരുമായിട്ടുള്ള അടുത്ത ബന്ധം. തുടക്കത്തിൽ UDF-ഉമായിട്ട് അടുപ്പം ചേർന്നിരുന്ന മുരാരി ബാബു, അതായത് UDF-ഉമായിട്ട് പറ്റിച്ചേർന്നിരുന്ന മുരാരി ബാബു പിന്നീട് UDF-ന് അധികാരം പോയപ്പോൾ CPM-നോട് ഒട്ടുകയായിരുന്നു. ആരോപണ വിധേയരെ ശബരിമലയിൽ നിയമിക്കരുത് എന്ന ഹൈക്കോടതി വിധി പോലും മറികടന്നാണ് മുരാരി ബാബുവിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കിയത്. അതായത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഇരുന്നപ്പോൾ ഇയാൾ നടത്തിയ കൊള്ളകൾ, ഇയാൾക്ക് നേരെ ആരോപണമൊക്കെ വന്നതാണ്. അത്തരത്തിൽ ആരോപണം നേരിടുന്ന ഒരാളെയാണ് ശബരിമലയിലേക്ക് കൊണ്ടുപോയത്. ഇതിനെല്ലാം പിന്നിൽ സമുദായത്തിന്റെ കരുത്തുണ്ടായിരുന്നു. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായുള്ള അടുപ്പം അന്നേ ചർച്ചയായതാണ്. മുരാരി ബാബുവിനെതിരെ പല വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു. സ്ത്രീ പ്രവേശനത്തിൽ ഇരട്ട നേട്ടമുണ്ടാക്കിയത് മുരാരി ബാബുവാണ്. ഒരേ സമയം ഭരണകൂടത്തിന്റെയും നവോത്ഥാന വിരുദ്ധ ചേരിയുടെയും ആളായി നിന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഭാസ്കരൻ നായരുടെ പിന്തുണയിലാണ് പെരുന്നക്കാരനായിരുന്ന മുരാരി ബാബു ദേവസ്വം ബോർഡിൽ എത്തുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന കാലത്താണ് NSS-ഉമായി മുരാരി ബാബു അടുപ്പം സ്ഥാപിക്കുന്നത്. തന്ത്രിയും NSS-ഉം തമ്മിലെ കണ്ണിയായും പ്രവർത്തിച്ചു. ഇതിനൊപ്പം സ്ത്രീകളെ എത്തിക്കാൻ നിന്നവർക്കൊപ്പവും നിലയുറപ്പിച്ചു. അങ്ങനെ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയായിരുന്നു നിൽപ്പ്. CPM-കാരുമായി ബന്ധം സ്ഥാപിച്ചതോടെ വീണ്ടും ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി. 2018-ലെ സ്വർണ്ണക്കൊള്ള വീണ്ടും അവതരിപ്പിക്കാനും അതിന് ചരടുവലികൾ നടത്തിയതിലും പ്രധാനി മുരാരി ബാബുവാണ്. ഇതുകൂടാതെ മുരാരി ബാബുവിന്റെ ഭാര്യയ്ക്ക് NSS ആസ്ഥാനത്ത് ജോലിയും സംഘടിപ്പിച്ചു കൊടുത്തിരുന്നു. ഇരട്ട വരുമാനം കിട്ടിയതോടെ തേക്ക് കൊട്ടാരവുമായി വീടങ്ങ് മാറി. ഇതിനൊപ്പം പെരുന്ന കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റുമായി. NSS പിന്തുണയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദത്തിലേക്ക് പോകുമ്പോഴായിരുന്നു സ്വർണ്ണക്കൊള്ളയിലെ ആ നിർണായക അറസ്റ്റ്. ഇത് ചെയ്ത പാപങ്ങൾക്കുള്ള അയ്യപ്പ ശിക്ഷയായിട്ടാണ് ഇപ്പോൾ മുരാരി ബാബു കാണുന്നത്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ അടുപ്പക്കാർ മണിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അതുതന്നെയായിരുന്നു മുരാരി ബാബുവും വിളിച്ചിരുന്നത്. തന്ത്രപരമായി സുകുമാരൻ നായരെ പാട്ടിലാക്കി സർക്കാരിലും ബോർഡിലും സ്വാധീനം കൂട്ടുകയായിരുന്നു മുരാരി ബാബുവിന്റെ ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ മുരാരി ബാബു വലിയ ഒരു തിരിച്ചടിയാണ്. മുരാരി ബാബുവിനെ ചേർത്ത് നിർത്തിയാൽ പണി കിട്ടും എന്ന് ബോധ്യപ്പെട്ട സുകുമാരൻ നായർ പാടെ അകറ്റി നിർത്തുകയാണ്. NSS ആസ്ഥാനത്തേക്ക് വന്നു പോകരുത് എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ NSS ആസ്ഥാനത്തെ ആരെങ്കിലുമായിട്ട് മുരാരി ബാബുവിന് ബന്ധമുണ്ടോ, സാമ്പത്തിക ഇടപാടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഇതിനിടയിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. സുകുമാരൻ നായർ UDF-നെയും BJP-യെയും ഒക്കെ വെറുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സമയം മുതൽ ഇടതിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് സുകുമാരൻ നായർ. എന്നാൽ പിന്നീട് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് നിൽക്കുമ്പോൾ പോലും UDF-നെയും BJP-യെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സുകുമാരൻ നായർ നിലയുറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ED ഉറപ്പായും പെരുന്ന ആസ്ഥാനത്ത് കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും സുകുമാരൻ നായർക്ക് ഉറക്കമില്ലാത്ത ഒരവസ്ഥയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരക്ഷരം പോലും പ്രതികരിക്കാൻ കഴിയാത്ത ഗതികേട്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർക്കെല്ലാം CPM ബന്ധമുണ്ട്. നമുക്കറിയാം, സർക്കാരിന് ആഗോള അയ്യപ്പ സംഗമത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സുകുമാരൻ നായർക്ക് നേരെ കട്ടപ്പയാണ് സുകുമാരൻ നായർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പല കരയോഗങ്ങളിലും ചില ഫ്ലെക്സുകളും ഒക്കെ ഉയർന്നിരുന്നു. എന്നാൽ അതിനെയെല്ലാം പെരുന്നയിൽ നടന്ന യോഗത്തിൽ അടിച്ചമർത്തുകയും വീണ്ടും തന്റെ ഒപ്പം എല്ലാവരെയും ചേർത്ത് നിർത്തുകയുമായിരുന്നു ഈ പറയുന്ന സുകുമാരൻ നായർ ചെയ്തത്. എന്നാൽ ഇപ്പോഴും സുകുമാരൻ നായരോട് കലിപ്പുള്ള കരയോഗങ്ങളുണ്ട്, നായർ ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും സുകുമാരനിട്ട് പണി കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് മുരാരി ബാബുവിനെ G. സുകുമാരൻ നായർ ചവിട്ടിപ്പുറത്താക്കി.